മറ്റു വാർത്തകളിലേക്കൊക്കെ നമുക്ക് തിരിച്ചെത്താം. നമ്മൾ വീണ്ടും തിരുവാങ്കുളത്തെ 3 വയസ്സുകാരിയുടെ സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. വിനയരാജുണ്ട് വിവരങ്ങളുമായി. വിനയ, പൊതുദർശനം ഏതാണ്ട് അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഏതാണ്ട് അല്ലെങ്കിൽ അവസാനത്തിലേക്ക് എത്തിയിരിക്കുക തന്നെയാണ് പൊതുദർശനം. വളരെ വികാരഭരിതമായിട്ടുള്ള നിമിഷങ്ങളെയാണ് ഗേറ്റിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. കാരണം അത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നു കല്യാണി. ഇവർക്കെല്ലാം, നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു കല്യാണി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു കുരുന്നിന് ഒരുപക്ഷെ ഇത്രയും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ മരണം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഈ 3.5 വയസ്സുകാരിയുടെ മരണം എന്ന് പറയുന്നത്. സാധാരണ പോലെ അംഗൻവാടിയിൽ പോകുന്നു, പഠിക്കുന്നു. അംഗൻവാടിയിൽ പോയതിനു ശേഷം അമ്മ വന്നു. തുടർന്ന് ആലുവയിലെ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞ് ഈ കുരുന്നിനെ കൊണ്ടുപോകുന്നു. എന്നാൽ അത്രയും സന്തോഷത്തോടെ പോകുന്ന ഒരു കുടുംബം, അല്ലെങ്കിൽ അത്രയും സന്തോഷത്തോടെയാണ് ആ കുട്ടി അമ്മയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പെട്ടെന്ന് ഇത്തരത്തിലൊരു, അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മരണം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ എന്താണ് ഈ ഒരു മരണത്തിന് പിന്നിൽ, അല്ലെങ്കിൽ എന്തിനാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത്രത്തോളം പ്രിയങ്കരിയായിരുന്നു കല്യാണി. മുൻപും ഇതുപോലെ നിരവധി തവണ ഈ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും, നിരവധി തവണ ഇതുപോലെ ഇനി അല്പസമയത്തുള്ളിൽ ചേരുമെന്ന് തന്നെ കരുതുന്നു. ഇപ്പോൾ അവിടെ പൊതുദർശനം തുടരുകയാണ്, ഏതാണ്ട് അവസാനിക്കാറായി എന്നുള്ളതാണ്. വിനയ, പറഞ്ഞോളൂ. ഇനി വിനയരാജിലേക്ക് നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ തിരിച്ചെത്താൻ സാധിക്കും. ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നുള്ളതാണ്. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് നിഗമനത്തിൽ എത്തി നിൽക്കുമ്പോഴും അതായിരിക്കില്ല എന്നുള്ള തരത്തിലേക്കും ചില സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട്. കാരണം ഭർത്താവിൻ്റെ മൊഴി അനുസരിച്ച്, അല്ലെങ്കിൽ ഭർത്താവ് സൂചിപ്പിച്ചതനുസരിച്ച് അത്തരത്തിലൊരു കുടുംബ പ്രശ്നം തമ്മിലില്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിനിടയിൽ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഇതിനിടയിൽ ജീവൻ നഷ്ടമായത് ഒരു 3 വയസ്സുകാരിക്കാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പക അമ്മയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ പോലുമുള്ളൊരു പ്രായമായിട്ടില്ല എന്നുള്ളതാണ്. വിനയരാജുണ്ട് വിവരങ്ങളുമായി. വിനയ, ഏറ്റവും പ്രധാനം, ആ നാട്ടിൽ എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അതോടൊപ്പം തന്നെ ഇതൊന്നും തിരിച്ചറിയാനുള്ള ഒരു പ്രായമായിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും സത്യത്തിൽ പറഞ്ഞാൽ ബലിയാടാവുകയായിരുന്നു. എന്താണെങ്കിലും ഈ ഒരു കുടുംബ പ്രശ്നമാണോ അല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾക്കിടയിൽ ഈ ഒരു 3 വയസ്സുകാരിയാണ് ബലിയാടായത്. തീർച്ചയായും കാരണം ഇവരുടെ കുടുംബ പ്രശ്നമാണെങ്കിലും അതിലെ കുരുന്ന് എന്ത് പിഴച്ചു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഒന്നും അറിയാത്ത കുരുന്നാണ്, സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുരുന്നാണ്. ആ കുരുന്നിനെയാണ് ഇത്തരത്തിൽ ഒരു ക്രൂര കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതും സ്വന്തം അമ്മ കൊലപ്പെടുത്തുന്നു. ആ കുരുന്നൊന്നും അറിഞ്ഞിട്ടില്ല. എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് തുടങ്ങിയ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയായി തന്നെ നിൽക്കുകയാണ്. അത്രത്തോളം പ്രിയങ്കരിയായിരുന്നു. ഇപ്പോൾ അച്ഛനോട് സംസാരിച്ചപ്പോഴടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുമ്പോഴും പലപ്പോഴായി ഈ കുരുന്നിന്, അല്ലെങ്കിൽ കല്യാണിയെ അപായപ്പെടുത്താൻ അമ്മ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതേസമയം നമ്മൾ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ സന്ധ്യയ്ക്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴും അതിനൊന്നും തന്നെ ഇല്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ സന്ധ്യയ്ക്കില്ല എന്നാണ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടി പിന്നെ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഈ വീട്ടിലെ പൊതുദർശനം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. കുട്ടിയുടെ മൃതദേഹം ശ്മശാനത്തിലേക്ക്, സംസ്കാര ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. തിരുവാണിയൂരിലുള്ള പൊതു ശ്മശാനത്തിലാണ് ഈ സംസ്കാര ചടങ്ങുകളടക്കം നടക്കുന്നത്. അങ്ങോട്ടേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. വീട്ടിലെ പൊതുദർശനം അവസാനിച്ചിരിക്കുകയാണ്. ഇനി അത്രത്തോളം, അല്ലെങ്കിൽ ഏകദേശം 8.5 മണിക്കൂറോളം കഴിഞ്ഞ ദിവസം തിരച്ചിൽ നടത്തിയിരുന്നു. നമുക്കറിയാം, ഓരോ തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി കുരുന്നുകളെ കാണാതായ വാർത്ത നമ്മൾ തന്നെ കൊടുത്തതാണ്. എറണാകുളം ജില്ലയിൽ മാത്രമായി തന്നെ നിരവധി കുരുന്നുകളെ കാണാതായ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ കുട്ടികളെ കണ്ടുപിടിക്കുന്ന ഒരു കാഴ്ചയടക്കം
തന്നെ ഇതാണ്. അത്തരത്തിൽ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കൊടുത്തപ്പോഴും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയെ കണ്ടെത്താനാകും എന്നൊരു പ്രതീക്ഷ പോലീസുകാരനെ പോലെ തന്നെ അവരുടെ വീട്ടുകാരെ പോലെ തന്നെ നമുക്കും ഉണ്ടായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ അന്വേഷണം നടത്തിയാണെങ്കിലും ഈ കുരുന്നിനെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു ജീവനോടെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ പിന്നീട് തെറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു. നേരത്തെ ഈ കുട്ടിയെ കാണാതായത് മുതൽ തന്നെ ഈ കുട്ടിയുടെ അമ്മയായിട്ടുള്ള സന്ധ്യയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓരോ ചോദ്യങ്ങൾ പോലീസ് ചോദിക്കുമ്പോഴും അവർക്കൊരു പ്രതീക്ഷയുണ്ട്, കുട്ടിയെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഓരോ തവണ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും പരസ്പര വിരുദ്ധമായിട്ടുള്ള ഉത്തരങ്ങളായിരുന്നു സന്ധ്യ പോലീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ചോദിക്കലാണ് പുഴയുടെ സമീപത്തുണ്ടാകുമെന്നൊരു ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് രാത്രി 10 മണിയോടെ പോലീസ് അടക്കം ഈ പുഴയുടെ ഭാഗത്ത് എത്തി പരിശോധന നടത്തുന്നത്. പിന്നീടാണ് ബന്ധുക്കളടക്കം വ്യക്തമാക്കിയത് ഈ കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞു എന്ന് സന്ധ്യ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. തുടർന്ന് സ്കൂബ ഡൈവേഴ്സ് അടക്കം എത്തി പരിശോധന നടത്തുന്നു. വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നു. നമുക്കറിയാം രാത്രി അത്രയും ശക്തമായ മഴയുള്ള ഒരു സാഹചര്യമായിരുന്നു. ആ മഴയെല്ലാം തന്നെ ച്ചുകൊണ്ടായിരുന്നു പോലീസ് ആണെങ്കിലും സ്കൂബ ഡൈവേഴ്സ് ആണെങ്കിലും അടക്കം പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏറെ നേരത്തെ പരിശോധനയ്ക്കൊടുവിലാണ് പുലർച്ചെ 2:30 കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അത്രത്തോളം അല്ലെങ്കിൽ അത്രയും നേരം പ്രതീക്ഷ വെച്ചതെല്ലാം തന്നെ അവസാനിച്ചു എന്ന് കുട്ടിയെ ജീവനോടെ കിട്ടുമെന്നുള്ളത് ആ പ്രതീക്ഷയ്ക്കാണ് പിന്നീട് അവസാനം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. 3 വയസ്സുകാരി വിട നൽകിയിട്ടുണ്ടായിരുന്നത്. ആ സംഭവത്തിലാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മ തന്നെയാണ് ഈ 35 വയസ്സുള്ള സന്ധ്യ തന്നെയാണ് തന്റെ 3.5 വയസ്സുള്ള കല്യാണിയെ കൊലപ്പെടുത്തിയത്. പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് കല്യാണിക്ക് ഉത്തരമില്ല, സന്ധ്യയ്ക്ക് ഉത്തരമില്ല. പല തവണയായി പോലീസ് ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് കൊലപ്പെടുത്തിയത്, കുടുംബ പ്രശ്നമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നടക്കം തന്നെ. പക്ഷെ കുടുംബ പ്രശ്നമാണെന്ന് സന്ധ്യ പറയുമ്പോഴും അത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇന്ന് സന്ധ്യയുടെ ഭർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല, വേണമെങ്കിൽ മോനോട് ചോദിച്ചു നോക്കൂ എന്നായിരുന്നു പറഞ്ഞത്. അന്ന് രാവിലെയും ചായ വെച്ച് തന്നാണ് താൻ പോയത്. പിന്നീട് വിളിച്ചിരുന്നു. കുക്കറിന്റെ മൂടി കംപ്ലൈന്റ് ആണ്, അത് ശരിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ധ്യ തന്നെ വിളിച്ചിരുന്നു എന്നടക്കം ഭർത്താവ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കൊലപാതകം എന്നൊരു നിലയിലേക്ക് ഇവരെത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മളും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കും അറിയേണ്ടത് അത് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് നമ്മളും ചോദിക്കുന്നത്. അത് തന്നെയാണ്. എന്തായാലും കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ഏകദേശം 5 മണിയോടെ കൂടി തന്നെ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാളിദാസ്, അതുതന്നെയാണ് വിനയ. ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് നമുക്കും ലഭിക്കേണ്ടത്. എന്തായാലും അമ്മ താൻ കൊന്നു എന്നതിൽ ഉപരി മറ്റൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല വിനയ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ഒരു വാർത്ത കൊടുത്തു. ഈ ഒരു കുട്ടിയെ കാണാതായി, കാണുന്നവർ അല്ലെങ്കിൽ കണ്ടെത്തുന്നവർ ബന്ധപ്പെടുക, ഇത്തരത്തിൽ നമ്മൾ നമ്പറുകളൊക്കെ നൽകിയിരുന്നു, വാർത്തയായി തന്നെ നൽകിയിരുന്നു. അപ്പോഴും നമുക്കെല്ലാം ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ രക്ഷാപ്രവർത്തനമൊക്കെ ഉണ്ടായി. ഈ പുഴ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനവും സ്കൂബ ഡൈവേഴ്സും ഒക്കെ എത്തി. പക്ഷേ ആ ഒരു രക്ഷാപ്രവർത്തനം പോലും വിഫലമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഇപ്പോൾ അല്പസമയം മുമ്പ് പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ശ്വാസകോശത്തിലടക്കം വലിയ രീതിയിൽ വെള്ളം കയറി ഹൃദയാഘാതം വരെ ഉണ്ടായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു രക്ഷാപ്രവർത്തനം തുടങ്ങിയ ആ ഒരു സമയമായപ്പോഴേക്കും തന്നെ ഈ ഒരു കുട്ടി മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. അല്ലേ വിനയ? തീർച്ചയായും കാളിദാസ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് പ്രധാനമായും ഈ വെള്ളം കയറിയാണ് മുങ്ങിമരണമാണ് എന്ന് പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി പ്രധാനമായും രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾക്കടക്കം ശേഷമായിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളടക്കം തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നതും. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതൊരു മുങ്ങിമരണമാണ് എന്നൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്.
ഇപ്പോഴും എന്നിരുന്നാൽ കൂടി ഒരു കുട്ടിയുടെ മരണം അറിഞ്ഞിട്ട് പോലും ആ അമ്മയ്ക്ക് യാതൊരു തരത്തിലുമുള്ള കുറ്റബോധമില്ല എന്നത് തന്നെയാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു കുട്ടിയെ അല്ലെങ്കിൽ കുട്ടിയെ കൊല്ലാനുള്ള നിലയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ഈ പല തവണയായി നമ്മൾ തന്നെ കൊടുത്തതാണ്. ഈ മുൻപും പല തവണയായി ഒരു കൊലപാതകത്തിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുട്ടിയെയും കുട്ടിയുടെ സഹോദരനെയും ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു. അത് പിന്നീട് പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് വീണ്ടും ഈ ഒരു രീതിയിലുള്ള കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നടക്കം ബന്ധുക്കളടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും ഈ ബന്ധുക്കളോട് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം പറയുന്നതും ഈ മാനസിക പ്രശ്നം തന്നെയാണ് ഉള്ളത് എന്ന് തന്നെയായിരുന്നു. സന്ധ്യയ്ക്ക് ഒരു മാനസിക പ്രശ്നമാണ് ഉള്ളത് എന്നായിരുന്നു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കേസ് തുടങ്ങുമ്പോൾ തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. അത് തന്നെയാണ് എല്ലാവരെയും കുഴപ്പിക്കുകയും ചെയ്യുന്നത്. എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ലൈവ് എടുക്കാൻ പറ്റും. കൊണ്ടുപോവുകയാണ്, ആംബുലൻസിൽ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനി അവിടെ ചെന്നാണ് മറ്റു ചടങ്ങുകളടക്കം തന്നെ നടക്കുന്നത്. ഇപ്പോൾ പൊതുദർശനം പൂർത്തിയായി കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ ശ്മശാനത്തിലേക്ക്